are you? I am Jesus, whom you are persecuting. Get up, enter the city of Damascus. You will be told what you are to do. God told me that you are the instrument he has chosen to bring his name before the Gentiles. Can you let me see again? The Lord Jesus, who appeared to you on your way here, has sent me so that you might regain your sight and be filled with the Holy Spirit. Baptize me. Father, and the Son, and the Holy Spirit. ലേഖനങ്ങൾ. AD 1-ാം നൂറ്റാണ്ടിലെ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കത്തുകൾ. ഗ്രീസിലും റോമിലും കത്തുകളെ സാഹിത്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും പരിഗണിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നത് പോലെ ആദിമ നൂറ്റാണ്ടുകളിൽ അതിശക്തമായ രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. രാജാവിൻ്റെ ഉത്തരവുകൾ പിടിച്ചടക്കിയ നാടുകളിൽ എത്തിക്കുവാനുള്ള ഉപാധിയായിരുന്നു ആദ്യകാല എഴുത്തുകൾ. എഴുത്തുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പാതകൾ നിർമ്മിച്ചിരുന്നതും അക്കാലത്തെ പ്രത്യേകതയായിരുന്നു. എഴുത്തും വായനയും കുറവായിരുന്നതിനാൽ എഴുത്തുകാർ എന്നൊരു തൊഴിലാളി വിഭാഗവും വളർന്നു വന്നു. എന്നാൽ എഴുത്തിനുള്ള കടലാസും പപ്പിറസ് എഴുത്തുകൂലിയും എത്തിക്കുന്നതിനുള്ള ചെലവും വളരെ വലുതായിരുന്നതിനാൽ സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമായിരുന്നു. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ് ആദ്യം രചിക്കപ്പെട്ട ക്രൈസ്തവ കൃതികൾ. 13 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ഈ 13 ലേഖനങ്ങളെ രണ്ടായി തരംതിരിക്കാം. 1 പ്രമാണിക ലേഖനങ്ങൾ, 2 അപ്രമാണിക ലേഖനങ്ങൾ. പ്രമാണിക ലേഖനങ്ങൾ സ്ലീഹ സ്വയം എഴുതിയതാണ്. അപ്രമാണിക ലേഖനങ്ങൾ പൗലോസ്ലീഹായുടെ ശിഷ്യന്മാർ എഴുതിയതാണ്. പ്രമാണിക ലേഖനങ്ങളിൽ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും, റോമാക്കാർക്ക് എഴുതിയ ലേഖനവും. അപ്രമാണിക ലേഖനങ്ങൾ എഫെസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും, തീത്തോസിന് എഴുതിയ ലേഖനവും. ലേഖനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം? കത്തുകൾ, സ്വകാര്യ സമ്പർക്കത്തിനുള്ള മാധ്യമം. ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനും ധാർമ്മിക പ്രബോധനം മറ്റുള്ളവർക്ക് കൈമാറുന്നതിനും. ആദിമകാലം കത്തുകൾക്ക് 4 ഭാഗങ്ങൾ: ആരംഭവാക്യം, കൃതജ്ഞതാ പ്രകാശനം, ഉള്ളടക്കം, സമാപനവാക്യം, ലേഖന പശ്ചാത്തലത്തെ പറ്റിയുള്ള അറിവ്. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം AD 57-58. റോമായിലെ ക്രൈസ്തവ സഭയ്ക്കു വേണ്ടി. മിശ്രിത ക്രൈസ്തവ സമൂഹം. പാരമ്പര്യം, ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയുള്ള സ്ലീഹായുടെ നിലപാടുകൾ. AD 58 നീറോ ചക്രവർത്തി. 16 അധ്യായം, 7094 വാക്കുകൾ. കോറിന്തോസ് 1-ാം ലേഖനം. കോറിന്തോസ് വാണിജ്യ നഗരം, തുറമുഖ പട്ടണം.
അരാജകത്വം. AD 50 കോറിന്തോസിലെ സഭയ്ക്ക് അടിസ്ഥാനം. എഫേസൂസിൽ വെച്ച് 1-ാം ലേഖനം. ഘടന: ആമുഖം, നന്ദി, പ്രാർത്ഥന, സന്ദേശം, സമാപനം. കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം. ഒരു വിഭാഗം സഭാ ശുശ്രൂഷകർ എതിർക്കുന്നു. മറുപടി: ഞാൻ എന്തെല്ലാം ചെയ്താലും സഭയ്ക്കു വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. മിശിഹായുടെ ശരീരമാകുന്ന സഭ. ഘടന: ആമുഖം, നന്ദി, പ്രാർത്ഥന, ശുശ്രൂഷകളെപ്പറ്റി പ്രബോധനം, സമാപനം. ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം. പുതിയ നിയമം 9-ാം പുസ്തകം. 6 അധ്യായങ്ങൾ. വിഷയങ്ങൾ: AD 54 ഗലാത്യ സഭയ്ക്ക് രൂപം നൽകി. കാപട്യക്കാരെയും കപട സുവിശേഷകരെയും ശാസിക്കുന്നത്. ഘടന: അഭിവാദനം, ശാസന, വിഷയാവതരണം, അന്തിമ നിർദ്ദേശം. എഫേസൂസ് സഭയ്ക്ക് എഴുതിയ ലേഖനം. സാർവത്രിക സഭകളോടുള്ള പൊതുവായ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും. 6 അധ്യായങ്ങൾ. ഘടന: ആമുഖം, തത്വാവതരണം, സന്മാർഗ ഉപദേശങ്ങൾ, ഉപസംഹാരം. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം. 4 അധ്യായങ്ങൾ. മിശിഹായെക്കുറിച്ചുള്ള ഗീതം, അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ, AD 50 2-ാം പ്രേക്ഷിതയാത്രയിൽ യൂറോപ്പിലെ ആദ്യ സഭ, ലിദിയ, ആദ്യ മിശിഹ അനുയായി, 3 കത്തുകളുടെ സമാഹാരം. ഘടന: ആമുഖം, ഉപദേശം, അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ, ഐക്യത്തിന് ആഹ്വാനം, ഉപസംഹാരം. കൊളോസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം. യഹൂദജനം വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കാനും തെറ്റായ പഠനങ്ങൾ തിരുത്തുവാനുമാണ് ലേഖനം. ഘടന: അഭിവാദനം, കൃതജ്ഞതാ പ്രകാശനം, പൗലോസിൻ്റെ ശുശ്രൂഷ, ക്രിസ്തുവിലുള്ള ജീവിതം, ഉപസംഹാരം. തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. AD 49 2-ാം പ്രേക്ഷിതയാത്ര, സഭാസ്ഥാപനം, ആദ്യം എഴുതിയ ഗ്രന്ഥം. 3 മിഷണറിമാർ. സഭയോടുള്ള തൻ്റെ സ്നേഹം, താൽപ്പര്യം പ്രകടമാക്കുന്നത്. ഘടന: പ്രേക്ഷിതരും തെസലോനിക്ക സഭയും, അപ്പസ്തോലിക പ്രബോധനങ്ങൾ, ക്രൈസ്തവ സമൂഹ ജീവിതം, സമാപനാശംസകൾ. 2 തെസലോനിക്ക. കർത്താവിൻ്റെ പുനരാഗമനവും പ്രത്യാശകളും. ഘടന: അഭിവാദനം, മിശിഹായുടെ പുനരാഗമനം, സ്ഥിരതയുടെ ആവശ്യകത, അധ്വാനം, സമാപനാശംസ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം. വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നത്, അജപാലകർക്കുള്ള ലേഖനങ്ങൾ, കത്ത്, പ്രായോഗിക നിർദ്ദേശങ്ങൾ. ഘടന: അഭിവാദനം, തെറ്റായ പഠനങ്ങൾ, വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ, പ്രാർത്ഥന, മെത്രാൻ, ഡീക്കൻ ദൗത്യങ്ങൾ, കപട പ്രബോധകർ. സമൂഹത്തിനുള്ള നിർദ്ദേശങ്ങൾ, പൊതുനിർദ്ദേശങ്ങൾ, ആശീർവാദം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. കൂടുതൽ വ്യക്തിപരമാണ്. 4 അധ്യായങ്ങൾ. കാരാഗ്രഹവാസം, ദൈവജനത്തെ നയിക്കാനുള്ള ആഹ്വാനം. ഘടന: അഭിവാദനം, മിശിഹായുടെ വിശ്വസ്തനായ പടയാളി, അജപാലക നിർദ്ദേശങ്ങൾ, തിന്മയ്ക്കെതിരെ പോരാടുക, ആശീർവാദം. തീത്തോസിന് എഴുതിയ ലേഖനം. തീത്തോസ്, തീത്തോസിനുള്ള നിർദ്ദേശങ്ങൾ. ഘടന: അഭിവാദനം, ശ്രേഷ്ഠന്മാർക്ക് വേണ്ട ഗുണങ്ങൾ, വ്യാജ പ്രബോധകർക്കെതിരെ, ക്രിസ്തീയ ജീവിതം, ആശംസ. ഫിലമോൻ എഴുതിയ ലേഖനം. 13 ലേഖനങ്ങളിൽ വച്ച് ഏറ്റവും ചെറുത്, 25 വാക്യങ്ങൾ. ഫിലമോൻ, ഒനേസിമോസ്, എല്ലാവരും തുല്യരും അവകാശികളും ആണ്.
ഘടന: അഭിവാദനം, പ്രശംസ, കൃതജ്ഞത, അഭ്യർത്ഥന, ആശംസ.